ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഡേസീറ പോയി കാണാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് നോട്ട് വർത്ത് ദ ഹൈപ്പ്. അല്ല, ഞാൻ വ്യത്യസ്തനാവാനോ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ മനഃപൂർവ്വം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ഇത് പറയുന്നത്. പക്ഷേ ഡിഎസീറ നല്ലൊരു സിനിമയാണ്, വളരെ വളരെ നല്ലൊരു സിനിമയാണ്. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വളരെ വളരെ ലോ ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സത്യം പറഞ്ഞ ഈ പടം പോയി കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല. ഞാൻ ഇന്ന് ശരിക്കും ബാഹുബലി ദെപ്പിക്ക് കാണാൻ വേണ്ടി പോകാനിരുന്നതാണ്. പക്ഷേ ഇന്നലെ രാത്രി പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട് ആൾക്കാരെല്ലായിടത്തും ഡിഎസീറയ്ക്ക് അത്രയും പോസിറ്റീവ്. അതങ്ങനെ ഇത് കണ്ട് എനിക്കിന്ന് രാവിലെ ഈ പടം പോയി കണ്ടേ പറ്റുമെന്നായിപ്പോയി. അങ്ങനെ ഞാൻ പടം പോയി കണ്ടു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കൊടുമുടിയുടെ അത്രയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ടാണ് പോയത്. ദൈവമേ, എന്തോ വീണ്. ആരും പേടിക്കേണ്ട, ഒന്നും പറ്റിയിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ പടത്തിൻ്റെ തുടക്കം തൊട്ട് ടൈറ്റിൽ കാർഡ് തൊട്ട് ഞാൻ പേടിക്കാൻ തുടങ്ങിയിട്ടാണ്. സൗണ്ട് വെച്ച് ഒരു അമ്മാതിരി കളിയാണ് കളിച്ചേക്കുന്നത്. നമുക്ക് ശരിക്കും പേടിയും. പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ അങ്ങനെ ഹൊറർ പടങ്ങൾ പോയി കാണാറില്ല. കാരണം ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ വീട്ടിൽ വരെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹൊറർ പടം കാണാറില്ല. എനിക്ക് അത്രയും പേടിയാണ്. ഞാൻ ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ഹൊറർ പടം ഇരുന്ന് കാണുള്ളൂ. അത്രയും പേടിയുള്ള ആളാണ്. ഞാൻ ഒറ്റയ്ക്ക് ഈ പടം പോയി കണ്ടു. കാരണം അത്ര ഹൈപ്പായിരുന്നു, എനിക്കിത് കണ്ടേ പറ്റുള്ളായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ ഈ ഇടയ്ക്ക് കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ഇടയ്ക്കോടെ അങ്ങനെ നോക്കിയിട്ടാണ് ഈ പടം കണ്ടത്. അത്രയും നല്ല ശരിക്കും നമുക്ക് പേടിയായി പോകും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സീനിയേഴ്സിലെ മനോജ് ജയന്റെ പോലെ നമുക്ക് തലയ്ക്ക് ഭ്രാന്താവും. അതുപോലത്തെ ഒരു സംഭവം, നമുക്കൊരു പേടിയല്ല, ഒരു അത്ര അൺകംഫർട്ടബിൾ ആവും നമ്മൾ. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പോയത് അത്രയും എക്സ്പെക്റ്റേഷൻ കൊണ്ടാണ്. അത്രയും വലിയൊരു പ്ലോട്ടും ഭയങ്കര വലിയ ട്വിസ്റ്റും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പടം വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ടാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്തും. ഒരു തലയ്ക്കൊരുമാതിരി ഒരു പെരുപ്പ് വരുന്നു. എനിക്കിപ്പോഴും ഇത് ഭയങ്കര വലിയൊരു സെറ്റപ്പ് പടമാണ്. ഇപ്പോഴത്തെ ആ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ അത്രയും പോസിറ്റീവ്, അത്രയും കിടിലം പടമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതെങ്ങനെയാ, അവസാനം ലോകം അവസാനിക്കും, യേശുക്രിസ്തു വന്നിട്ട് പ്രണവിൻ്റെ മരിച്ച ആൾക്കാരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് സംസാരിക്കും, ലൂസിഫർ വരെ ഇവർ തമ്മിൽ വലിയ അടിയാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയാൽ എങ്ങനെ ഇരിക്കും? ജോക്സ് അപ്പാർട്ട്, എങ്ങനെയൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ച് പോയത്. പക്ഷെ എന്നാലും ഏകദേശം ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അത്രയും രീതിയിൽ എന്നെ അങ്ങോട്ട് അന്താളിപ്പിച്ച് കളയുമെന്ന് വിചാരിച്ചൊരു പടമാണ്. പക്ഷേ ആ ഒരു ലെവലിൽ അങ്ങനെ സെറ്റപ്പായിട്ട് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ പ്രതീക്ഷിച്ച അത്രയും വന്നില്ല സംഭവം. അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ എക്സ്പെക്റ്റേഷൻ ലോ ചെയ്യുക. കഴിയുമെങ്കിൽ പക്ക ബ്ലാങ്കായിട്ട് ഒന്നും ആലോചിക്കാണ്ട് പോയിരുന്ന് കാണാം. അത് നമുക്ക് ഇഷ്ടപ്പെടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഡിഎസീറ ഡേ ഓഫ് റാത്ത് എന്നും പറഞ്ഞു വളരെ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. നമ്മുടെ ബ്രഹ്മയുഗം പോലെ തന്നെ വളരെ വളരെ ചെറിയൊരു പ്ലോട്ട് എടുത്തിട്ട് അതിലത്യാവശ്യം സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഇങ്ങനെ കുത്തിക്കയറ്റിയിട്ടുള്ളൊരു പടമാണ്. അത്ര നന്നായിട്ട് എടുത്തിട്ടുമുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ബ്രഹ്മയുഗത്തിൽ വളരെ ലിമിറ്റഡ് ക്യാരക്ടേഴ്സാണുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിലും. പ്രണവ് മോഹൻലാലാണ് മിക്ക ടൈമും നമ്മൾ കാണുന്നത്. പക്ഷേ പ്രണവ് മോഹൻലാലിൻ്റെ ആ ഒരു ആക്ടിങ് ആദ്യം എനിക്ക് അങ്ങനെ ഇത്തിരി പിടിച്ചില്ലെങ്കിലും പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറും. പുള്ളിയുടെ ആ ഒരു ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പോലത്തേന് കുറേ നിങ്ങൾക്കറിയാലോ, ഒരു ഹൊറർ പടം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ആ ഒരു ആക്ടിങ് സ്കില്ലിലാണ് ആ സംഭവം ബേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ആക്ടിങ് സ്കിൽ പുള്ളിക്കുണ്ടെന്ന് പുള്ളി പ്രൂവ് ചെയ്തു. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, അത്രയും ടോപ്പ് നോച്ച് സംഭവങ്ങളാണ്. അത്രയും കിട്ടുന്ന സാധനങ്ങൾ ഇതിലത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെയും ഞാൻ പറയുകയാണ്, എൻ്റെ പോലെ ഒരു വണ്ടി നിറച്ച് പ്രതീക്ഷയും കൊണ്ട് പോകരുത്, വണ്ടി മറയും. പിന്നെ ആകെപ്പാടെ 2 മണിക്കൂറേ ഉള്ളൂ പടം. പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ നരേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. വളരെ സ്ലോ ബേണറാണ്. അത് പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ പോകാൻ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിലുള്ള അങ്ങനത്തെ ഒരു പടമൊന്നുമല്ല. ഭയങ്കര വലിയ കട്ടുകളില്ല. വളരെ ലെങ്തി ഷോട്ട്സ് ആണ്, ചിലതൊക്കെ നല്ല ലെങ്തി ഷോട്ട്സ്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ സൈലൻസ്. ഈ പടത്തിൻ്റെ ഓരോ ടൈമിലും ഈ സൈലൻസ് എന്ന് പറയുന്നതും പോസ് എന്ന് പറയുന്നതും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് ഓഡിയൻസ് മാക്സിമം മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. എൻ്റെ ഭാഗ്യം കൊണ്ട് ഇന്ന് ഡി സിനിമാസിലെ രാവിലെ 11:30 ഷോയിൽ കയറിയ എല്ലാവർക്കും ഒരു വലിയൊരു നന്ദി. കാരണം അവർ ഒന്നും മിണ്ടാതെ ഇരുന്ന് അച്ചടക്കത്തോടുകൂടി നല്ല കുട്ടികളായിട്ടിരുന്ന് എല്ലാവരും കണ്ടു. എല്ലാവർക്കും
വലിയൊരു താങ്ക്സ്. പലരും നമ്മുടെ റിവ്യൂസിൽ പറഞ്ഞ പോലെ ശരിക്കും നിങ്ങൾ ഈ പടം അങ്ങനെയാണ് ഇരുന്ന് കാണേണ്ടത്. വളരെ വളരെ ക്വയറ്റായിട്ടിരുന്നാലേ ഇതിലെ പല സംഭവങ്ങളും നമുക്ക് ഒരു കിക്ക് കിട്ടുള്ളൂ. പലപ്പോഴും ഞാൻ നമ്മുടെ സീറ്റ് ഇങ്ങനെ ചെരിയൂല്ലോ, നമ്മൾ ചാരിയിരിക്കുമ്പോൾ ഒന്ന് ഇളകുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവില്ലേ, ആ സൗണ്ട് ആയിട്ട് വരെ ഞാൻ പേടിച്ചു ഇന്ന്. പിന്നെ എല്ലാം നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് കിട്ടിയത്. ആ ഒരു എക്സ്പീരിയൻസും എനിക്ക് നല്ല രീതിക്ക് കിട്ടി. പിന്നെ പടം സർട്ടിഫൈഡ് ആണ്. അതിൻ്റേതായിട്ടുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. മിനിമലായിട്ടുള്ള റൊമാൻറ്റിക് സീക്വൻസ്, അതുപോലെ തന്നെ നല്ല നല്ല ഗോറായിട്ട് തോന്നുന്ന കുറേ നല്ല വൃത്തികെട്ട കുറേ സംഭവങ്ങൾ. അതെന്ന് വെച്ചാൽ കണ്ടറയ്ക്കുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതായത് മെയിനായിട്ട് ബ്ലഡാണ്. അതൊരു ഫേക്ക് ബ്ലഡാന്ന് മൈൻഡ് വെച്ചാൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. പിന്നെ പടത്തിൻ്റെ എൻഡിങ് അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പലർക്കും ഇഷ്ടപ്പെടാൻ അങ്ങനെ ചാൻസ് ഇല്ല. കാരണം ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ എൻഡിങ് എടുത്ത് നോക്കിയാൽ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതൊരു നല്ല എൻഡിങ് ആയിരുന്നു. പിന്നെ പല സർപ്രൈസസുകളും പുള്ളി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം സട്ടിലായിട്ട് നല്ല രീതിക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു സംഭവമാണ്. അങ്ങനെ മൊത്തത്തിലൊന്ന് എടുത്തു പറഞ്ഞാൽ, തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ പ്രണവിൻ്റെ പെർഫോമൻസ്, എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസ് അതൊക്കെ വളരെ വളരെ ടോപ്പ് നോച്ചാണ്. ഭയങ്കരമായിട്ട് ബിലീവബിളാണ്. പ്രണവിന് ആ ഒരു പണ്ടത്തെ ആ ഒരു അമച്വർ സ്റ്റൈൽ അങ്ങനത്തെ ആ ഒരു സംഭവമേ ഇല്ല. പുള്ളി നല്ല തഴക്കവും പഴക്കമുള്ള ഒരു ആക്ടറായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇന്നേ വരെ നിങ്ങൾ ഈ മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ അതുപോലത്തെ സംഭവം കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം ആ ഒരു രീതിക്കാണ് ആ സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. അതെനിക്ക് ഒരിക്കലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഫീൽ ചെയ്ത് തന്നെ അറിയണം. കാരണം അതുപോലത്തെ ഒരു സാധനമാണ് തുടക്കം തൊട്ട് ക്രിസ്റ്റോസ് സേവിയർ അങ്ങോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു സംഭവമുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മിക്സിങ് അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തതെന്ന് പറയണം. കാരണം നമ്മളൊക്കെ പേടിപ്പിക്കുന്നത് സിമെൻറ്റ് മിക്സ് ചെയ്യണ സൗണ്ട്, ശ്വാസം വലിക്കുന്ന സൗണ്ട്, ഈ ലൈറ്റ് ഇടുമ്പോൾ ഉള്ള സൗണ്ട്, അങ്ങനത്തെ ഈ ചെറിയ സൗണ്ടുകൾ വെച്ചിട്ടാണ് ഒരാൾക്കാരെ ഇവർ പേടിപ്പിക്കുന്നത്. ശരിക്കും നമുക്ക് പേടിയാവും. പക്ഷേ ടോട്ടലി എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ അത്ര വലിയൊരു സംഭവമല്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫസ്റ്റ് ഹാഫ് വളരെ ഡീസൻ്റ് ആയിട്ടാണ്, അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ വലിയൊരു എക്സ്ട്രാവാഗൻസ് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, അത്യാവശ്യം നല്ലൊരു പടം. അല്ലാതെ ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ സംഭവം അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ നല്ലൊരു സിനിമയാണ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. അതും നല്ലൊരു ക്വാളിറ്റി ഓഡിയൻസിൻ്റെ ഒപ്പം. പിന്നെ സജ്ജേട്ടാ, ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാണ്, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. പോക്കോ.